നമസ്കാരം. കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ന് നടന്ന SLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2025 മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. ആകെ സമയം 2.5 മണിക്കൂർ, ആകെ സ്കോർ 80. ഇതിൽ 4 ഭാഗങ്ങളായിട്ടാണ് ചോദ്യങ്ങൾ വന്നത്. ഇതിൽ ആദ്യത്തെ സെക്ഷനിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 സ്കോർ. ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കുക. ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ ഫസ്റ്റ് ടേം ആൻഡ് ഫോർത്ത് ടേം ആർ മിസ്സിംഗ്, ഫൈൻഡ് ദം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഇവിടെയുള്ള ഡിഫറൻസ് 6 ആണെന്ന് മനസ്സിലാവും. 6 കുറച്ചാൽ 4 ആണ് ഫസ്റ്റ് ടേം. ഫോർത്ത് ടേം എന്നത് 6 കൂട്ടിക്കഴിയുമ്പോൾ 16 + 6 22 എന്ന് കിട്ടും. അടുത്തത് ഒരു ഫിഗർ തന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അതിൽ ഷെയ്ഡഡ് പാർട്ട് ഡോട്ട് ഇടാനുള്ള ചാൻസ് എത്രയെന്ന് ചോദിച്ചാൽ 2/8 അഥവാ 1/4. ഔട്ട്സൈഡ് ദ ഷെയ്ഡഡ് പാർട്ട് ഇസ് ഈക്വൽ ടു മിച്ചമുള്ളത് 6/8 അല്ലെങ്കിൽ 3/4. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കുക. മൂന്നാമത്തെ ചോദ്യത്തിൽ ടാൻജൻറ്റുകളാണ് തന്നിരിക്കുന്നത്. DPയും DQവും തുല്യമായതുകൊണ്ട് ഇത് 8 ആയതുകൊണ്ട് ഇവിടെയും 8. 40ൽ നിന്ന് ഈ 8 മൈനസ് ചെയ്യുമ്പോൾ മിച്ചമുള്ളത് 6 എന്ന് കിട്ടും. ഈ നീളം സ്ക്വയറിൻ്റെ സൈഡ് ഇതൊരു സ്ക്വയർ ആകാൻ കാരണം ഇവിടെയും 90 ആണ്. ഇത് രണ്ടും പാരലായി ഈക്വലായിട്ട് വരുന്നതുകൊണ്ട് റേഡിയസിന് തുല്യം. അപ്പോൾ DP എന്ന നീളം 8, റേഡിയസ് ഓഫ് ദി സർക്കിൾ 6. നാലാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ABCD is a parallelogram. The coordinates of the vertices ABD are 4, 1, 9, 3 and 5, 4. Find the coordinate of C. ഇവിടെ ചോദ്യത്തിൻ്റെ അർത്ഥം 4 വെർട്ടെക്സ് ആണുള്ളത് ഒരു പാരലോഗ്രത്തിന്. 3 എണ്ണം തന്നിരിക്കുന്നു. നാലാമത്തെ വെർട്ടെക്സ് കാണണം. അത് കണ്ടുപിടിക്കാൻ ഈ 2 വെർട്ടെക്സും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ മൈനസ് ചെയ്യണം. അതായത് 5 + 9 -4, 4 + 3 -1. അങ്ങനെയാണ് C എന്ന വെർട്ടെക്സ് കിട്ടുന്നത്. C കാണാൻ നോക്കുക. ഈ 5ഉം 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 14 - 4 10. അതുപോലെ 4 + 3 7 -1 6. 10 6 ആണ് സിയുടെ വെർട്ടെക്സ്. 5ാമത്തെ ചോദ്യം മുതൽ 10ാമത്തെ ചോദ്യം വരെ 3 മാർക്കാണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 cm ആൻഡ് 2 ഓഫ് ഇറ്റ്സ് ആംഗിൾസ് 55 ഡിഗ്രി ആൻഡ് 62 ഡിഗ്രി. ഇവിടെ ഒരു സർക്കിൾ വരച്ച് ആദ്യം നമ്മൾ ചെയ്തത് ഇതിൻ്റെ ആംഗിൾ ഡബിൾ ആക്കി. അതായത് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഡബിൾ ആക്കുന്നു. 62.5 ഡബിൾ 125. അങ്ങനെ സെൻട്രൽ 110ഉം 125ഉം എടുത്ത് വരച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ സർക്കിളിലായിരിക്കും അതിൻ്റെ എല്ലാം വെർട്ടെക്സ്. 6ാമത്തെ ചോദ്യത്തിൽ മീഡിയൻ 34 തന്നിരിക്കുന്നു. ഇവിടെ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നതുകൊണ്ട് 2, 4, 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എക്സ് എന്നത് 34. ബി പാർട്ടിൽ ഫൈൻഡ് ദ മീഡിയൻ മാർക്ക് ഇഫ് എ സ്റ്റുഡൻറ് ഓഫ് സ്കോർ 41 ഈസ് ആഡഡ് ടു ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ ഒരു 41 എന്ന മാർക്കുള്ള ഒരു കുട്ടിയും കൂടെ ആഡ് ചെയ്താൽ മീഡിയൻ കാണാനാണ്. അപ്പോൾ തന്നിരിക്കുന്നതിനോട് ലാസ്റ്റ് 41 കൂടെ വരുന്നു. ഇപ്പോൾ 6 നമ്പേഴ്സ് ആയതുകൊണ്ട് മിഡിൽ 2 എണ്ണം ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് /2. അപ്പോൾ 70/2 35 ആണ് ആൻസർ. 7ാമത്തെ ചോദ്യത്തിലെ ഫിഗർ അനുസരിച്ച് നോക്കുക. എ എന്ന വെർട്ടെക്സ് തന്നിരിക്കുന്നത് 5, 0 ആണ്. അപ്പോൾ ഒറിജിനിൽ നിന്ന് 5 മാറിയത് കൊണ്ട് ഇവിടെ 5 എന്ന് കിട്ടും. OAയുടെ നീളം 5. ലെങ്ത് ഓഫ് AB കണ്ടുപിടിക്കാൻ ഇവിടെ 45, ഇത് 45, 90 ആണ്. ഇത് 5√2 ആണ്. കാരണം 5, 5, 5√2. റേഡിയസ് 5√2. അതായത് ഈ ഡിസ്റ്റൻസ് വരുന്നത് 5 + 5√2 ആണ്. C വരെയുള്ള ഡിസ്റ്റൻസ്. ലെങ്ത് ഓഫ് ദി കോർഡിനേറ്റ് C കാണാൻ ചോദിച്ചാൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 5 + 5√2 ആയതുകൊണ്ട് 5 + 5√2, 0 ആണ് ആൻസർ. 8ാമത്തെ ചോദ്യത്തിൽ ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് സം ഓഫ് 5 ടേംസ് 70 ആൻഡ് സം ഓഫ് 6 ടേംസ് 96, ഫൈൻഡ് 6th ടേം, 3rd ടേം, കോമൺ ഡിഫറൻസ്. സം ഓഫ് 5 ടേംസ് 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സം ഓഫ് 6 ടേംസ് 96ഉം. അപ്പോൾ ഒരെണ്ണം കൂടിയപ്പോൾ തന്നെ 26 ആണ് ഇവിടെ കൂടിയത്. നോക്കുക, 6th ടേം എന്ന ഒരൊറ്റ നമ്പർ 26. സം ഓഫ് 5 ടേംസ് 70 എന്ന് പറഞ്ഞുകൊണ്ട് 3rd ടേം കാണാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 5th ടേം 14. സം ഓഫ് 5 ടേംസ് 70 എന്ന് തന്നിരിക്കുന്നതുകൊണ്ട് 3rd ടേം എന്നത് 70/5 14. കോമൺ ഡിഫറൻസ് കാണാൻ 6th ടേമും 3rd ടേമും തമ്മിലുള്ള ഡിഫറൻസ് 12. അതായത് 3 ടേമുകളുടെ ഡിഫറൻസ് 12. അപ്പോൾ D = 4 എന്ന് കിട്ടും ആൻസർ. 9ാമത്തെ ചോദ്യത്തിൽ എ കോൺ ഈസ് മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ. ഒരു സെക്ടർ മടക്കി ഒരു കോൺ ഉണ്ടാക്കി. ഹൈറ്റ് ഓഫ് എ കോൺ ഈസ് 9 cm ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 15. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി കോൺ, ഫൈൻഡ് ദ സെൻട്രൽ ആംഗിൾ. ഇവിടെ H = 9 എന്ന് തന്നിരിക്കുന്നു. L 15 ആണ്. R കണ്ടുപിടിക്കാൻ √L² - H². ആൻസർ കിട്ടുന്നത് 12.
സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ x/360 r/l എന്ന ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ x = 288 ഡിഗ്രി എന്ന് കിട്ടും. 10ാമത്തെ ചോദ്യത്തിൽ എ പിയും പി ബിയും തമ്മിലുള്ള റേഷ്യോ തന്നു. അപ്പോൾ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് പി കണ്ടുപിടിക്കാൻ 1 × 11 + 2 × 2 / 1 + 2. അതുപോലെ y കോർഡിനേറ്റ് കാണാൻ 1 × 9 + 2 × -3 / 1 + 2. അപ്പോൾ ആൻസർ കിട്ടുന്നത് 15/3, 3/3, അതായത് 5, 1 ആണ് ആൻസർ. 11ാമത്തെ ചോദ്യത്തിൽ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ച് 7.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് അതിൽ നിന്ന് ടാൻജൻറ്റ് വരയ്ക്കാനാണ്. ഇതിന് 4 മാർക്ക്. അടുത്തത് 12ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ പി സി ഈസ് ദ ടാൻജൻറ്റ് ടു ദ സർക്കിൾ. പി സി ടാൻജൻറ്റ് എന്ന് തന്നിരിക്കുന്നു. പി എയുടെ നീളം എക്സ് എന്നെടുത്താൽ പി ബിയുടെ നീളം കാണാനാണ് ആദ്യത്തെ ചോദ്യം. x+10 ആണ് ആൻസർ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കുന്നു. അതായത് പി എ × പി ബി = PC² എന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ x × x+10 = 12². ആ 12² പുറകിൽ വരുമ്പോൾ x² + 10x - 144 = 0 ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x+18 × x - 8 എന്ന് കിട്ടും. ഇവിടെ വേണമെങ്കിൽ -b ± എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് ചെയ്യാം. x -18 x 8 കിട്ടും. ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് ആൻസർ. അതായത് പി എയുടെ നീളം 8. 13ാമത്തെ ചോദ്യത്തിൽ AB 12, BC 10, ആംഗിൾ ABC 130, മെഷർ ഓഫ് CBD. ഈ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ 180 എന്ന് കുറച്ചാൽ 50 ഡിഗ്രി എന്ന് കിട്ടും. ഇത് കുട്ടികൾക്ക് പലർക്കും 60 ആണെന്നുള്ള തോന്നൽ അവിടെ വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ എപ്പോഴും 30-60-90 റേഷ്യോ ഉള്ള ക്വസ്റ്റ്യനാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. 120 വരുമ്പോഴാണ് ഇവിടെ 60 വരുന്നത്. 130 ആയതുകൊണ്ട് ഇത് 50 ആണ്. CD-യുടെ നീളം കാണാൻ സൈൻ ഉപയോഗിച്ച് sin 50 = CD/10 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും CD-യുടെ നീളം. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ ഹാഫ് BH ആണ്. ബേസ് 12, ഹൈറ്റ് 8. അപ്പോൾ ഹാഫ് × 12 × 8 ഇത് കട്ട് ചെയ്യുമ്പോൾ 48 cm² എന്ന് കിട്ടും ഏരിയ. 4ാമത്തെ ചോദ്യത്തിൽ ഒരു പോളിനോമിയൽ തന്നിരിക്കുന്നു. P(1) കാണാൻ. P(1) കാണുമ്പോൾ 4 - k. x - 1 ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ P(1) 0 ആണ്. അപ്പോൾ 4 - k = 0 കൊടുത്താൽ k = 4 എന്നും അവിടെ 4ൻ്റെ വില kയുടെ സ്ഥാനത്ത് കൊടുത്തു കഴിയുമ്പോൾ x² + 3x - 4 എന്നത് കിട്ടും. അതിനെ ഫാക്ടറൈസ് ചെയ്താൽ x+4 × x - 1 കിട്ടും. 15ാമത്തെ ചോദ്യത്തിൽ ഫൈൻഡ് nth ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 3, 5, 7, 9. ഇതുപോലെ 3 സീക്വൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേൻ്റെ ആൻസർ 2n + 1, രണ്ടാമത്തത് 2/7 n + 1/7. അടുത്തത് എല്ലാ ഇൻഡിജേഴ്സും ഓൾ ദ ഇൻഡിജർ ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ഇൻ ദി സീക്വൻസ് ആർ ഓഡ് നമ്പേഴ്സ്. ഇതിലെല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും ഇൻഡിജേഴ്സ് ആയിട്ട് കിട്ടുന്നതെന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിനൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ. 2n + 1 എന്ന നമ്പേഴ്സ് എല്ലാം ഓഡ് നമ്പേഴ്സാണ്. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓഡ് നമ്പർ ആയതുകൊണ്ട് 2n + 1/7 ഈസ് ആൻ ഓഡ് നമ്പർ. 16ാമത്തെ ചോദ്യത്തിൽ ഇൻ ദ ഫിഗർ O ഇസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഇത് സെൻറ്റർ ആണ്. ഇവിടെ 4 ആംഗിൾസ് കാണാൻ ചോദിച്ചിരിക്കുന്നു. AOC എന്നത് ഇവിടെയും 40 ആയതുകൊണ്ട് ഇത് 100. ആംഗിൾ D എന്നത് ആംഗിൾ ഇൻ ദ റിമൈനിങ് ആർക്കാണ്. അവിടെ 50 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ B എന്നത് 130. ആംഗിൾ BAQ എന്നത് 90 - 60, 30 ഡിഗ്രി. അടുത്തത് 17ാമത്തെ ചോദ്യം. There are 2 boxes. The first box contains 25 black and 5 white balls. The second box contains 10 black and 40 white balls. 1 ball is thrown from each box. What is the probability of getting both black? രണ്ടും ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് ഇവിടെ 25, അവിടെ 10. അപ്പോൾ 250/1500. കാരണം മൊത്തം പേഴ്സ് എന്ന് പറയുന്നത് 1500 ആണ്. ബ്ലാക്ക് ഫ്രം ഫസ്റ്റ്, വൈറ്റ് ഫ്രം സെക്കൻഡ്. അപ്പോൾ 25/30 × 40/50 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000/1500. അടുത്തതിൻ്റെ ആൻസർ കിട്ടുന്നത് 1050/1500 ആണ്. 8ാമത്തെ ചോദ്യത്തിൽ സെൻറ്റർ കണ്ടുപിടിക്കാൻ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 1, 7 എന്ന് കിട്ടും. റേഡിയസ് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 5. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്നത് x - h² + y - k² = r². അതായത് 1ഉം 7ഉം ഇവിടെ ഇട്ട് കൊടുത്താൽ x - 1² + y - 7² = 5². അടുത്ത ചോദ്യത്തിൽ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് 15 ആൻഡ് ലാറ്ററൽ സർഫസ് ഏരിയ 270. ഫൈൻഡ് ദ ബേസ് എഡ്ജ്, സെക്കൻഡ് ഹൈറ്റ്, വോളിയം ഓഫ് ദി പിരമിഡ്. ഇവിടെ LSA 270 തന്നിരിക്കുന്നു. സ്ലാൻഡ് ഹൈറ്റ് 15 ആയതുകൊണ്ട് A = 9 cm എന്ന് കിട്ടും.
എന്നാൽ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ √(L²-a/2² ആണ്. എ എന്നത് 9 ആണ്, അതിൻ്റെ പകുതി 4.5ൻ്റെ സ്ക്വയർ 15² - 4.5² ആണ് വരുന്നത്. ഇത് റൂട്ട് എടുക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു നമ്പറായിട്ട് ഇവിടെ കാണാം. വോളിയം കാണുമ്പോൾ 1/3a²h വരും. 20ാമത്തെ ചോദ്യത്തിൽ in the figure PQR is an equilateral triangle with a perimeter 18 cm. AB is a diameter of the circle. PQ is perpendicular to AB. PA is equal to 9 cm. ഇത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിന് 18 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ എന്ന് തന്നിട്ടുമുണ്ട്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ PQ, QR, PR എല്ലാം 6 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് ഈ നീളമാണ് PQ 6 എന്ന് കിട്ടി. ലെങ്ത് ഓഫ് PB കാണാൻ PA × PB is equal to PC². ഇവിടെ PQ ആയതുകൊണ്ട് PQ². അപ്പോൾ 9 × PB is equal to 6². PB is equal to 36/9 4 എന്ന് കിട്ടും PBയുടെ നീളം. AB എന്ന മുഴുവനുള്ള ഈ നീളം കാണാൻ 9 + 4 അതായത് 13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. റേഡിയസ് എന്നത് ആ ഡയമീറ്ററിൻ്റെ പകുതി 6.5. 21ാമത്തെ ചോദ്യത്തിൽ മീഡിയൻ കണ്ടുപിടിക്കാനാണ്. ഇതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ ഏത് പൊസിഷനിലുള്ള ആളാണ് മീഡിയൻ ആയിട്ട് വരുന്നത്? ആസ് പെർ അസംഷൻ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് 10th person. 10ാമത്തെ ആളുടെ വെയിറ്റ് കാണാൻ ചോദിച്ചിരിക്കുന്നു, അതിനുശേഷം മീഡിയൻ കാണാനും. ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് തന്ന കോളം അതുപോലെ തന്നെ എഴുതുന്നു, പക്ഷേ ബിലോ ചേർത്താണ് എഴുതുന്നത്. ബിലോ 40 ഉള്ളത് 2, അതിനുശേഷം ഇപ്പുറത്ത് ഫ്രീക്വൻസി കൂട്ടി ഇതുപോലെ എഴുതുന്നു. അതിനുശേഷം മീഡിയൻ എന്നത് ഇവിടെ 25 വന്നുകൊണ്ട് ഒന്നുകൂടെ കൂട്ടി 26ൻ്റെ പകുതി, അതായത് 13ാമത്തെ പൊസിഷനുള്ള ആളുടെയാണ് മീഡിയൻ. ഡി കണ്ടുപിടിക്കാൻ ഇവിടെ നോക്കുക, 13ാമത്തെ പൊസിഷൻ വരുന്നത് 9ഉം 14ഉം ഇടയ്ക്കാണ്. അപ്പോൾ 60ക്കും 70ക്കും ഇടയ്ക്കാണ് ആൻസർ വരുന്നത്. ഇതിന് ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാൻ 70 - 60/14 - 9 അപ്പോൾ 10/5 2 എന്ന് കിട്ടും. ഇതിൻ്റെ പകുതി D/2 അത് 1 എന്ന് വരും. 10th ടേം കാണാൻ പറഞ്ഞാൽ 9th പൊസിഷനിൽ വരുന്നത് 60 ആണ്. അപ്പോൾ 10th ആവുമ്പോൾ 60 + 1 61. അടുത്തത് മീഡിയൻ കാണാം. 10ാമത്തെ പൊസിഷനിൽ നിന്ന് 13ാമത്തെ പൊസിഷൻ വരെ 3 ഡിഫറൻസ് ആണ്. 61ൻ്റെ കൂടെ 3 ഡിഫറൻസ് കൂട്ടുന്നു. ഒരു ഡിഫറൻസ് എന്നത് 2 ആയതുകൊണ്ട് 61 + 3 × 2 3 ഡിഫറൻസ് ആയ 6 കൂടെ ആഡ് ചെയ്യുമ്പോൾ 67 എന്ന് കിട്ടും ആൻസർ. 22ാമത്തെ ചോദ്യം മുതൽ 29ാമത്തെ ചോദ്യം വരെ 5 മാർക്കിൻ്റെതാണ്. 29ാമത്തെ ചോദ്യത്തിൽ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ വരച്ച് അതിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കാൻ. അതിന് ആദ്യം ചെയ്യുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിൾ വരച്ച് ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കുന്നു. കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് സർക്കിൾ വരച്ച് കഴിയുമ്പോൾ എല്ലാ സൈഡിലും ടച്ച് ചെയ്യുന്ന സർക്കിൾ കിട്ടും. ഇതിന് 5 മാർക്കാണ്. ഇതിൻ്റെ റേഡിയസ് 2 സെൻറ്റിമീറ്റർ. അടുത്ത 23ാമത്തെ ചോദ്യം നോക്കുക. ഇൻ ദ ഫിഗർ AB ഈസ് ഡയമീറ്റർ ആൻഡ് O ഈസ് സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഇവിടെ തന്നിരിക്കുന്ന ഫിഗറിൽ തന്നെ നമുക്ക് ഡൗട്ട് തോന്നാം, ഇവിടെ 90 എന്ന രീതിയിലല്ല ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ചോദ്യത്തിൽ പറയുന്നുണ്ട് PA ടാൻജൻ്റ് ആണെന്ന്. PA ടാൻജൻ്റ് ആയതുകൊണ്ട് ഇവിടെ 90, കാരണം റേഡിയസും ടാൻജൻറ്റും എപ്പോഴും 90 ആണ്. ഇത് 90, ഇത് 30 ആണ്, മിച്ചമുള്ളത് 60. 30യുടെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ ഡബിളാണ് 90യുടെ ഓപ്പോസിറ്റ്. ഇത് 4 എന്ന് തന്നിരിക്കുന്നു OPയുടെ നീളം. അതുകൊണ്ട് AO 2 ആണെന്ന് മനസ്സിലാവും. റേഡിയസ് 2 ആയതുകൊണ്ട് ഇവിടെയും 2 കിട്ടും. ഇത് 60 ആണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ 60. ഇവിടെ 90 തന്നിട്ടുണ്ട്, ഇത് 30. 30യുടെ ഓപ്പോസിറ്റ് 1 വരും, കാരണം 90യുടെ ഓപ്പോസിറ്റ് 2 ആണ്. 60യുടെ ഓപ്പോസിറ്റ് √3. ബിയുടെ കോർഡിനേറ്റ് എന്നത് -1 √3. ആദ്യത്തെ ചോദ്യത്തിൽ ആംഗിൾ OAP കാണാനാണ് 90 ഡിഗ്രി. OA എന്നത് 2, QB എന്നത് ഹൈറ്റ് ആണത് √3, ബിയുടെ വെർട്ടെക്സ് എന്നത് -1 √3. 4ാമത്തെ ചോദ്യത്തിൽ കൺസിഡർ ദ ഫോളോവിങ് അരിത്തമെറ്റിക് സീക്വൻസ്. 2 സീക്വൻസ് കൊടുത്തു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് ടേംസ് ഓഫ് ദി സീക്വൻസ്? ഫസ്റ്റ് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാനാണ്. ഫസ്റ്റ് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 1. അതുപോലെ 5th ടേം തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ 5th ടേം നമ്മൾ കണ്ടെത്തി ഡിഫറൻസ് കാണുമ്പോൾ 5 എന്ന് കിട്ടും. അതിനുശേഷം സം ഓഫ് 20 ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. സം ഓഫ് 20 ടേംസ് കിട്ടുന്നത് ആദ്യത്തേന് 1070 എന്നും രണ്ടാമത്തെ സീക്വൻസിൻ്റെ ഡിഫറൻസ് വരുന്നത് 1280യുമാണ്. ഇതിൻ്റെ ഡിഫറൻസ് 210. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2 nth ടേമുകളാണ്. ആ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ തന്നെ nth ടേമുകളാണ്. അവിടെ 40 എന്ന് ഇട്ടാൽ ആദ്യത്തേൽ 201 കിട്ടും nth ടേം, അതായത് 40th ടേം. 40th ടേം അടുത്ത സീക്വൻസിൽ 241, അതിൻ്റെ ഡിഫറൻസ് 40. ഇതാണ് ഇതിൻ്റെ ആൻസർ. 25ാമത്തെ ചോദ്യത്തിൽ ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. എ ലൈൻ പാസിംഗ് ത്രൂ 40 ആൻഡ് 61 ഫൈൻഡ് ദ സ്ലോപ്പ്, റൈറ്റ് ദ ഇക്വേഷൻ. A7 is a point on the line, find the number A.
ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് വെയർ ദ ലൈൻ കട്ട്സ് വൈ ആക്സിസ്. സ്ലോപ്പ് കാണാൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, 1 മൈനസ് 0 ബൈ 6 മൈനസ് 4 ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും ആൻസർ. XY ഇതിലെ ഒരു പോയിന്റും പിന്നെ 40 അല്ലെങ്കിൽ ഏതെങ്കിലും തന്ന വേറൊരു പോയിന്റ് 61 വേണമെങ്കിലും എടുക്കാം. സ്ലോപ്പ് ഒന്നുകൂടെ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു ഹാഫ് എക്സ് മൈനസ് 2 അല്ലെങ്കിൽ ഈ രീതിയിൽ എഴുതാറുണ്ട് x മൈനസ് 2y മൈനസ് 4 ഈക്വൽ ടു 0. അടുത്തത് തന്നിരിക്കുന്നത് A7 ഇതിലെ പോയിന്റ് ആണെങ്കിൽ, അതായത് എക്സ് കിടക്കുന്നിടത്ത് എ എന്നും വൈ കിടക്കുന്നിടത്ത് 7 എന്നും കൊടുത്തു കഴിയുമ്പോൾ 7 ഈസ് ഈക്വൽ ടു ഹാഫ് എ മൈനസ് 2 എന്ന് വരും. അതായത് എയുടെ വില അവിടെ നിന്ന് കിട്ടുന്നത് 18 ആണ്. അടുത്തത് y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് 0 ആണെങ്കിൽ, അതായത് y ആക്സിലെ പോയിന്റ് കാണാൻ എക്സിന് 0 കൊടുത്താൽ മതി. അപ്പോൾ എക്സ് 0 കൊടുത്തു കഴിയുമ്പോൾ y ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പോൾ y ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് 0 -2 ആണ്. 26ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വോളിയം ഓഫ് ദി സ്പിയർ വിത്ത് റേഡിയസ് 10, ഫൈൻഡ് ദ വോളിയം ഓഫ് കോൺ വിത്ത് ബേസ് റേഡിയസ് 4 ആൻഡ് ഹൈറ്റ് 5. ഹൗ മെനി കോൺസ് with the base radius 4 and height 5 cm can be formed melting a solid metal sphere with radius 10. അതായത് ആദ്യത്തെ വോളിയത്തിന് രണ്ടാമത്തെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ ആയി. വോളിയം ഓഫ് സ്പിയർ എന്നത് 4/3 πr³. ആൻസർ കിട്ടുന്നു 4000 π/3. ഇത് ഡിവൈഡ് ചെയ്യുകയോ പൈയുടെ വില കൊടുക്കുകയോ ഒന്നും വേണ്ട. വോളിയം ഓഫ് സെക്കൻഡ്, അതായത് കോൺ എന്നതിൻ്റെ വോളിയം 1/3 πr² വെച്ച് കിട്ടുന്നത് 80 π/3. രണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്പർ ഓഫ് കോൺസ് 50 എന്ന് കിട്ടും. 7ാമത്തെ ചോദ്യം, സം ഓഫ് n ടേംസ് ഓഫ് an arithmetic sequence n² plus 5n, find the sum of first 4 terms. How many terms of the sequence must be added to get 300? ഇവിടെ ഫോർ ടേമിൻ്റെ സം കാണാൻ എന്നിൻ്റെ സ്ഥാനത്ത് 4 എന്ന് ഇട്ട് കൊടുത്താൽ 36 എന്ന് കിട്ടും. എത്ര എണ്ണം കൂട്ടിയാൽ 300 കിട്ടുമെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന സം ഓഫ് n ടേമിൻ്റെ ഇക്വേഷൻ n² plus 5n ഈക്വൽ ടു 300 എന്ന് കൊടുക്കുന്നു. ഇത് പുറകോട്ട് വന്നാൽ ഇക്വേഷനായി. ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ n+20 ഇൻറ്റു n-50 എന്ന് കിട്ടും. അല്ലെങ്കിൽ -p +or- വെച്ച് ചെയ്താലും ആൻസർ കിട്ടും. n = -20, n = 15 അത് 15 ആണ് ഇതിൽ നമ്പർ ഓഫ് ടേംസ്. 28ാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രിയിൽ നിന്ന്, എ ബോയ് സ്റ്റാൻഡിങ് 40 മീറ്റർ അവേ ഫ്രം ദി ഫൂട്ട് ഓഫ് ദി ടവർ. ഒരു ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് 40 മീറ്റർ മാറിയാണ് ഒരു കുട്ടി നിൽക്കുന്നത്. വേറൊരു ഗേൾ 38 ഡിഗ്രിയിലാണ് അതിൻ്റെ മുകൾ ഭാഗം കണ്ടത്. ടവറിൻ്റെ അകലെ നിൽക്കുന്നു. ഇവിടെ ചോദ്യത്തിൽ ഗേൾ എത്ര അകലെ നിൽക്കുന്നു, ഇതിൻ്റെ ഗ്രാഫ്, ഈ ഫിഗർ വരയ്ക്കാൻ, ഹൈറ്റ് ഓഫ് ദി ടവർ കാണാൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. ആദ്യം നമുക്കറിയാം ഇവിടെ 45 ആയതുകൊണ്ട് ഇവിടെ 90 ഇവിടെ തന്നിരിക്കുന്ന ആംഗിളും അപ്പോൾ 45 ആയിക്കോളും. അപ്പോൾ ഇത് 40 തന്നെയാണ് ഈ ഡിസ്റ്റൻസ്. കാരണം 45 90 എന്ന് വന്നാൽ റേഷ്യോ 1:1:√2 ആണ്. ഇവിടെ 38 തന്നിരിക്കുന്നു. അപ്പോൾ ടാൻ ഉപയോഗിച്ച് ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ്, അതായത് TR/RB ആണ് ടാൻ 38. 0.8 ആണ് ടാൻ 38ൻ്റെ വില തന്നിരിക്കുന്നത്. 0.8 = 40/RB. ഇത് 0.8 ഇവിടെ വരുന്നു, RB അപ്പുറത്ത് പോകുമ്പോൾ RB, അതായത് നിൽക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40/0.8. അത് പോയിന്റ് മാറ്റുമ്പോൾ 400/8 50 മീറ്റർ എന്ന് കിട്ടും. 29ാമത്തെ ചോദ്യം, ഈ ടേബിൾ വായിച്ച് നോക്കി ഇതിൻ്റെ ആൻസർ എഴുതാനാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. sin 1 ആകുമ്പോൾ cos 89 തുല്യം, sin 2 ആകുമ്പോൾ cos 88, അതായത് ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോഴും 90 വരും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ ചോദ്യം, റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ. sin 5 ആകുമ്പോൾ cos 85, ഇതാണ് ഫസ്റ്റ് ലൈൻ. sin 10 ആകുമ്പോൾ cos 80 എന്ന് വരും. അപ്പോൾ കെയുടെ വില 80. sin x ഉം cos x ഉം തുല്യമാകുന്ന 45 വരുമ്പോൾ, കാരണം രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 കിട്ടുന്ന രീതിയിലാണ്. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ്? ഇവിടെ ശരിയായിട്ടുള്ളത് sin 85 ലെസ് ദാൻ sin 86, കാരണം sin 85ൻ്റെ വില sin 86നേക്കാളും കുറവാണ്. ബാക്കിയെല്ലാം തന്നിരിക്കുന്നത് തെറ്റാണ്. അടുത്ത റൈറ്റ് ദ ഫോളോവിങ് ഇൻക്രീസിങ് ഓർഡർ. ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ cos 80 ആണ് ഏറ്റവും ചെറിയ വില. sin 10ന് തുല്യമാണിത്, അതായത് cos 80, അടുത്തത് sin 40, പിന്നീട് sin 80. നമ്മളിപ്പോൾ ചെയ്തത് ഇന്ന് നടന്ന SLC മോഡൽ പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു.